ഇന്ന് നമുക്ക് വാഴയിലയിൽ പുട്ടുണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പുട്ടുണ്ടാക്കിയപ്പം അപ്പോൾ രാത്രിയിൽ എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു വാഴയില വെട്ടിയെന്നുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ വാഴയിലയിൽ അങ്ങ് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൾട്ടിഗ്രെയിൻ പുട്ടുപൊടിയാണ്. അതാകുമ്പോൾ ആരോഗ്യത്തിന് നല്ലതാണ്, ഡയറ്റിങ്ങിനും നല്ലതാണ്. ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പം ഇങ്ങനെ ഒന്ന് പരതി നോക്കും കേട്ടോ, ഡയറ്റിങ്ങിന് പറ്റിയ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന്. അങ്ങനെ കിട്ടിയ പുട്ടുപൊടിയാണ്. പണ്ടെപ്പോഴോ മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മേടിച്ചതാണ്. 6 തരത്തിലുള്ള ധാന്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ പുട്ടുപൊടിയിൽ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ പുട്ടൊക്കെ നനച്ച് മാറ്റി വെച്ചു. ഞാൻ 1 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നേ. പുട്ടുപൊടി നനച്ച് മാറ്റി വെച്ചതിന് ശേഷം തേങ്ങ തിരുമ്മി വെച്ചു. അതിനുശേഷം വാഴയിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അതിനായിട്ട് ഇതാ വാഴയില ഇതുപോലെ കഴുകിയിട്ട് മടക്കി ഈ പുട്ടിൻ്റെ ഷേപ്പിലൊന്ന് ചുരുട്ടിയെടുത്തിട്ട് ഈർക്കിലിയും കൂടെ കുത്തി വെച്ചാൽ അത് സെറ്റായി. എന്നിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് ഇത് ആവി കയറ്റി എടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പ് വെച്ചിട്ടുണ്ട്, ചൂടാകട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ പുട്ടൊന്ന് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ പുട്ടിൻ്റെ മാവ് പൊടിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുവേ. എന്നിട്ട് നമുക്ക് ഈ ഒരു അപ്പച്ചെമ്പിലേക്ക് നമ്മുടെ വാഴയില വെച്ചിട്ട് തേങ്ങായും പുട്ടുപൊടിയും കൂടി ഇടകലർത്തി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും കേട്ടോ. ധാന്യപ്പൊടി ആയതുകൊണ്ട് കുറച്ച് വേവുണ്ട്. അപ്പോൾ ഇതാ പുട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പുട്ട് വെന്ത് കിട്ടിയപ്പോഴത്തേനും ആൾക്കാരൊക്കെ ഇവിടെ ഹാജരായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി വാഴയില ഉണ്ടാക്കിയ പുട്ട്, വാഴയിലയുടെ ആ ടേസ്റ്റും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ്. ട്രൈ ചെയ്ത് നോക്കുക.